അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി Hey guys, എല്ലാവർക്കും ബീറ്റ് ടോക്സിലോട്ട് സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചാലഞ്ച് കുറച്ച് സ്പെഷ്യൽ എന്താണ്, വാസ്കോന്റെ വായന വെള്ളമൊക്കെ വരുന്നുണ്ട് ഗൈസ്. നമ്മളൊരു ഫുൾ മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഇത് തീറ്റ മത്സരം ആണ് എന്ന് വിചാരിച്ചവർക്ക് തെറ്റി, ഇത് തീറ്റ മത്സരം അല്ല. സോ അതിനായിട്ട് നമ്മളൊരു സ്പെഷ്യൽ സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ് ഗൈസ്, ഇത് കുടിക്കാനുള്ള മറ്റേ കളർ കളിക്കിയ വെള്ളമല്ല, ഇത് നമ്മുടെ ബോട്ടിൽ ഫ്ലിപ്പ് ചാലഞ്ച് ആണ് ഗൈസ് റെഡിയാക്കിയിട്ടുള്ളത്. സോ ലൈക്ക് ഇത് എങ്ങനെ കളി മനസ്സിലായോ? ബോട്ടിൽ ഫ്ലിപ്പ് ഫ്ലിപ്പ് ചെയ്തിട്ട് അപ്പൊ ഇത് വേണ്ടേ, വെറുതെ ഫ്ലിപ്പ് ചെയ്താൽ മതിയോ? അതെങ്ങനെയാന്ന് പറയണ്ടേ? ഒരു കേട് നിന്ന് ഒരു കേട് ഫ്ലിപ്പ് ചെയ്യാം. ഓക്കെ, പറയാം എല്ലാവരും സംശയം തീർത്ത് തരാം. ഇപ്പൊ ഞാനാ ഫസ്റ്റ് കറക്കണമെങ്കിൽ ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ ഫ്ലിപ്പ് ചെയ്തിട്ട് ശരിയായി വിചാരിച്ചോ, അപ്പൊ ഞാൻ കഴിക്കും. അപ്പൊ തൊട്ടുപുറത്ത് കള്ളനല്ലേ, അപ്പൊ കള്ളന് ഒരു ഫ്ലിപ്പ് ചെയ്യണം. അത് ശരിയായ കള്ളന് കഴിക്കാം, ശരിയായിട്ടില്ലെങ്കിൽ ചാൻസ് നേരെ വാസ്കോനിൽ പോകും. ആരൊക്കെ ശരിയാക്കി വരുന്നോ അതുവരെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനിടയ്ക്ക് ആരും ശരിയാ അപ്പൊ അവര് കഴിക്കാം. ഫസ്റ്റ് ചാൻസ് നമ്മുടെ വാസ്കോക്കാണ് കൊടുക്കുന്നത്, കാരണം ഫുഡ് റിലേറ്റഡ് ആയതുകൊണ്ട് വാസ്കോക്കാണ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ തുടങ്ങാം, തുടങ്ങിക്കോ. കൊണ്ട് എടാ 1 കിലോ ഇപ്പൊ തന്നെ പോയി. ഇതിനൊരു തീർക്കല്ലേ അവനായോണ്ട് എനിക്ക് പേടിയില്ല. എടാ ഇത് കള്ളക്കളി. കുഴിമന്തി വിട്ടാണ് ചത്തുപോട കള്ള. ക്രിസ്ത്യാനോ റൊണാൾഡോ കാത്തോണേ. ഇതില്ലട്ടോ, ഇതെന്തോണ്ട് എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ട്, കുപ്പിയിലെന്തോ കൂടോത്രം ഉണ്ട്. പഠിച്ചവനിപ്പോ എന്റെ മാത്രമേ വീഴാത്തുള്ളൂ അല്ലേ. വെച്ചിട്ട് പോ വീണോ? എടാ രണ്ടുണ്ടല്ലേ? ആലോചിക്കാനുള്ള സമയം പടച്ചോനെ കാത്തോണേ. തേങ്ങ ഇത് എന്തോന്നാണ് ഇത്? മാറില്ലടോ, മയോണൈസ് എടുക്കാൻ നിക്കണ് കള്ള. എടാ ഇതെന്താ ഇത്? എടാ എങ്ങനെയാ വാസ്കോ, എങ്ങനെയാ? അങ്ങനെ തന്നെ മാറി. എടാ പീസ് എടുത്തോട്ടെ. അല്ല ഞാൻ തിരിച്ചു എടാ ഇതെന്തോ സീനുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ റൗണ്ട് 1 അവസാനിച്ചിരിക്കുകയാണ്. എടാ ആരുടെ ഏറ്റവും കൂടുതൽ വാസ്കോയും എല്ലാരും ഒന്ന് നമിച്ചേക്കാം, എല്ലാരും ഒന്ന് നമിച്ചേക്കാം. ഓക്കെ, എന്നാൽ ഇവനെങ്ങനെ 3 റൗണ്ട് അടുപ്പിച്ച് ഈ സാധനം എടാ നീ കണ്ടതിന് ഇവിടുത്തെ ആദ്യം പറഞ്ഞായിരുന്നു. ഇന്നലെ രാത്രി ഫുൾ പ്രാക്ടീസ് ചെയ്തു. ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ റൗണ്ട് 1 അവസാനിച്ചു. ഓക്കെ, റൗണ്ട് 2 എന്താണെന്നുള്ള ആർക്കും എന്തെങ്കിലും പറയണ്ടോ? ഓക്കെ, ഇപ്പൊ നമ്മള് റൗണ്ട് 1 വലത്തേക്ക് റൗണ്ട് 2 നമ്മള് അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഈ ഓർഡറിലായിരിക്കണം പോണത്. ഓക്കെ, 2 1 സ്റ്റാർട്ട്. കള്ളക്കളി മോനെടാ 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 മോനെടാ
മോനെടാ മോനെടാ എടാ ഇങ്ങനെ ചെയ്യില്ലേ ഇത് എന്താ ഇത് വീഴുന്നില്ല എടാ കള്ള പയ്യ അല്ല ഇങ്ങോട്ട് എവിടെ 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 ബാക്കിൽ എടാ ഇത് എന്ത് തേങ്ങ മാറിപ്പോണ്ട ആ മാറിപ്പോടാ മാറിപ്പോടാ ടയർഡ് എല്ലാരും ടയർഡേ എടാ എല്ലാരും ടയർഡ് ആകുമ്പോ നമ്മൾ തിരിച്ചു വരും അവിടെയാണ് നമ്മുടെ കഴിവ് ഇതിപ്പോ ഏത് പീസ് ആവേശം എന്റെ വായലൊക്കെ അമ്മയുടെ കുറച്ച് ഒഴിച്ചു വെച്ചാൽ അതാവുമ്പോ എനിക്ക് പെട്ടെന്ന് ചെയ്യാം അയ്യേ വാസ്കയിലെ ചമ്മി എടാ നോക്കടാ ഇത് വീഴുന്നില്ലടാ ഇത് കൊള്ളാം കുഴിമന്തി എല്ലാരും പോട്ടെ എല്ലാരും പൊക്കും മതി വയറ് ഫുള്ളായില്ലേ ഒരാഴ്ചക്കുള്ള തിന്ന് എങ്ങടാണ് കോൺസെൻട്രേഷൻ പോയി എന്റെ മുന്നേ മാസം നിന്റെ സ്കില്ലൊക്കെ എവിടെയാണ് സമയം കഴിഞ്ഞു റൗണ്ട് ഇട്ടു സമയം കഴിഞ്ഞു പോട്ടെ ഇല്ലല്ല എവിടെ എവിടെ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞു സോറി രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞു ഇതിലാരാണ് കൂടുതൽ തിന്ന് എടാ അപ്പൊ നമ്മൾ ആദ്യത്തെ റൗണ്ട് വലത്തേക്ക് വേണ്ടി ഇറക്കി രണ്ടാമത്തെ റൗണ്ട് എടുത്തേക്ക് വേണ്ടി ഇറക്കി അല്ലല്ല അത് എല്ലാരും എടുക്കണ്ടേ അതുകൊണ്ട് നമുക്ക് അത് വേണ്ട ഓക്കെ അതിന് പകരം ഈ രണ്ട് കൈ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങനെ കറക്കുക അപ്പൊ കാണിക്കുന്നില്ല ഇത് വീണവൻ രക്ഷപ്പെട്ടു ഫുള്ള് നിന്നുള്ള സമയം കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് എവിടുന്ന അല്ലല്ല വെയിറ്റ് ചെയ്യല്ലേ തിരക്കൂടില്ലേ നമുക്ക് ടോസ് ഇടാം അങ്ങനെയാണ് കഴിഞ്ഞ മുന്നത്തെ ഇതിൽ നിങ്ങൾ തുടങ്ങി ഇവിടെ വെക്ക് തിരക്കൂട്ടല്ലേ സമയം തരാം ഇവനെ കിട്ടിയ മയോണൈസിൽ എങ്ങനെ വീണ അടിച്ച് ഞാൻ കറക്കും ട്രിക്ക് മനസ്സിലായി രണ്ട് തേങ്ങ ഉടക്കാൻ ഞാൻ പൂട്ടി വെക്കാവോ ഞാൻ വിളിച്ച ദൈവത്തിന് തെറ്റിപ്പോയതാ ഇതിൽ ചിക്കനൊന്നും ഇല്ലല്ലോടാ കിട്ടിയ കണ്ടോ ട്രിക്കോണി കണ്ടോ പെട്ട്
എടാ, ഒരു കഷ്ടം മാറിണ്ടോ കഷ്ടത്തിന് ചന്തം നോക്കി നിൽക്കുക എന്നിട്ട് വീണ് ഈ റൗണ്ടിൽ ആരും ഒരു വട്ടം പോലും കിട്ടാത്ത മാറിയില്ല എടാ ഒരു വട്ടം പോലും കിട്ടിയില്ലെങ്കിൽ കളിയിൽ നിന്ന് പുറത്താക്കണം